പാചകത്തൊഴിലാളി വസന്തയ്ക്ക് നേരെ നടന്ന അതിക്രമത്തിൽ ഡിവൈഎഫ്ഐ പേരാവൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അക്ഷയ മനോജ് അടക്കമുള്ള പ്രവർത്തകർക്കെതിരെ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനിൽ പരാതി. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി M. ആര്യലക്ഷ്മിയാണ് പരാതിക്കാരി. 2005 ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് പരാതി. ജൂലൈ 10 മണത്തണ സ്കൂളിൽ നടന്ന സംഭവത്തിൽ ബാലാവകാശ ലംഘനം, പൊതുപ്രവർത്തകയ്ക്ക് നേരെയുള്ള ആക്രമണം, പൊതുമുതൽ നശിപ്പിക്കൽ എന്നിവയുടെ പേരിലാണ് പരാതി. സംഭവത്തിൽ അക്ഷയ മനോജിനെതിരെ പേരാവൂർ പോലീസ് കേസെടുത്തിരുന്നു. മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചകത്തൊഴിലാളി വസന്തയ്ക്ക് നേരെയായിരുന്നു SFI DYFI പ്രവർത്തകരുടെ അതിക്രമം. ഉച്ചഭക്ഷണം തയ്യാറാക്കിയാൽ ക്ലാസ് തുടരേണ്ടി വരും എന്ന് പറഞ്ഞ് പാചകപ്പുരയിൽ കയറുകയും പാചകക്കാരിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. കഴുകിയ അരി ഇടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അതിക്രമം ഉണ്ടായതെന്ന് പാചകക്കാരിയായ വസന്ത പറഞ്ഞിരുന്നു. പ്രായത്തിന്റെ ബഹുമാനമെങ്കിലും കാണിക്കേണ്ടേ? ഓളുടെ അമ്മയാകാൻ പ്രായമുണ്ട്. ചെലക്കല്ലാന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഇറങ്ങടിയെന്ന് തിരിച്ചു പറഞ്ഞു, വസന്ത പറഞ്ഞു. തന്റെ കൈ പിടിച്ച് തിരിച്ചുവെന്നും അരി തട്ടിമറിച്ചുവെന്നും വസന്ത ആരോപിച്ചു. 2000ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് സംഭവമുണ്ടായത്. SFI ആഹ്വാനം ചെയ്ത പഠിപ്പ് മുടക്ക് സമരത്തിന്റെ ഭാഗമായിട്ടാണ് പുറത്തുനിന്നുള്ള DYFI പ്രവർത്തകരടക്കം സ്കൂളിലെത്തിയത്. സമരമായതിനാൽ ക്ലാസ് ഇല്ലെന്നും അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യരുതെന്നും പ്രവർത്തകർ പറഞ്ഞു. എന്നാൽ പാചകത്തൊഴിലാളി വസന്ത ഇതിനെ എതിർത്തതോടെ ഇവരുമായി വാക്കേറ്റമുണ്ടായി. പിന്നാലെ വേവിക്കാനെടുത്ത അരി പ്രവർത്തകർ തട്ടിക്കളയുകയായിരുന്നു. വസന്തയുടെ പരാതിയിലാണ് പോലീസ് അക്ഷയ്ക്കെതിരെ കേസെടുത്തത്. കൈ തട്ടിമാറ്റിയപ്പോൾ ചൂടുവെള്ളം കാലിൽ വീണ് പൊള്ളലേറ്റെന്നും ഇവരുടെ പരാതിയിലുണ്ട്. സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ ഇടപെടലുകൾക്കെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി SFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ 30 പ്രവർത്തകരെ പോലീസ് റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി SFI പഠിപ്പ് മുടക്കിയത്. ദേശീയ ബാലാവകാശ കമ്മീഷനിലെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്വന്തം രാഷ്ട്രീയ താൽപര്യത്തിന്റെ പേരിൽ പ്രതിഷേധം അടിച്ചേൽപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ ക്രൂരവും പ്രാകൃതവുമായ അതിക്രമം വഴി കൊച്ചുകുട്ടികൾക്ക് ഉച്ചഭക്ഷണം മുടക്കി അവരെ കടുത്ത പട്ടിണിയിലാക്കിയെന്നും അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള മൗലികാവകാശം ലംഘിച്ചുവെന്നും ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി M. ആര്യലക്ഷ്മിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. DYFI പ്രവർത്തക പേരറിയാത്ത ഏതാനും ചിലരുമായി ചേർന്ന് കുട്ടികളുടെ ഭക്ഷ്യസുരക്ഷ തടസ്സപ്പെടുത്താനും വിദ്യാഭ്യാസത്തിനുള്ള മൗലികാവകാശം അനധികൃതമായി നിഷേധിക്കുവാനും ഇടവരുത്തി. കുട്ടികളുടെ ക്ഷേമത്തിനും വികാസത്തിനും വേണ്ടി വിഭാവനം ചെയ്യപ്പെട്ട PM പോഷൻ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ അട്ടിമറിച്ചു. ഇതൊക്കെയാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അന്ന് തന്നെ പോലീസ് കേസെടുത്തിരുന്നു വസന്തയുടെ പരാതിയിൽ. ഒടുവിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷനിലും പരാതി ചെന്നിരിക്കുന്നത്. കഴുകിയ അരി പാത്രത്തിലേക്കിടാൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ അക്ഷയ വന്ന് തട്ടിത്തെറിപ്പിച്ചത്. ചൂടുവെള്ളത്തിലേക്ക് അരി ഇടുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ചൂടുവെള്ളം പാചകത്തൊഴിലാളിയുടെ കാലിൽ വീഴുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം എതിരെയാണ് വസന്ത പരാതി നൽകിയത്.